നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. മൺസൂൺ തുടങ്ങിയാൽ കേരളത്തിൽ പിന്നെ ഊത്തപിടുത്തത്തിന്റെ കാലമാണ്. എന്നാൽ വ്യാപകമായ ഊത്തപിടുത്തം തദ്ദേശീയ മത്സ്യ ഇനങ്ങളുടെ വംശവർദ്ധനവിനെ കാര്യമായി ബാധിക്കുന്നുവെന്ന പരാതികൾ നിരന്തരം ഉയർന്നതിനെ തുടർന്ന് അടുത്ത കാലത്തായി ഊത്തപിടുത്തത്തിന് നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നു. അപ്പോഴും പുഴകളിലും കടലിലും ചൂണ്ട കോർത്ത് മത്സ്യബന്ധനത്തിൽ ഏർപ്പെടുന്നവരെ നാട്ടിൻപുറത്തെ തോടുകളിലും കടപ്പുറത്തും ഇപ്പോഴും കാണാം. ഒറ്റപ്പിടുത്തത്തിൽ എത്ര കിലോയുള്ള മത്സ്യത്തെ വരെ പിടിക്കാൻ കഴിയും? 1 ടണ്ണിനും മുകളിലെന്ന് ബീഹാറിൽ നിന്നുള്ള 2 മത്സ്യത്തൊഴിലാളികൾ പറയുന്നു. അതെ, 125 കിലോയുള്ള ഒരു മീനിനെ പിടികൂടിയതിലൂടെ ദേശീയ മാധ്യമങ്ങൾ പോലും തലക്കെട്ടായി മാറിയിരിക്കുകയാണ് ബീഹാറിൽ നിന്നുള്ള 2 മത്സ്യത്തൊഴിലാളികൾ. 125 കിലോഗ്രാം ഭാരമുള്ള ഭീമൻ മത്സ്യം ബീഹാറിലെ മധ്യബനിയിൽ നിന്നുള്ള ഹരികിഷോർ സാഹ്നി, സുധൻ സാഹ്നി എന്നീ 2 മത്സ്യത്തൊഴിലാളികളാണ് 125 കിലോഗ്രാം ഭാരമുള്ള മത്സ്യത്തെ പിടികൂടി വാർത്തകളിൽ ഇടം നേടിയത്. പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിനനുസരിച്ച് മധുബനിയിലെ ജഞ്ചർപൂരിലെ ഒരു നദിയിലാണ് ഹരികിഷോറും സുധനും മീൻപിടുത്തത്തിനായി എത്തിയത്. വല വീശുന്നതിന് മുമ്പ് തന്നെ നദിയിലെ ലക്ഷണങ്ങൾ മനസ്സിലാക്കി ജലാശയത്തിൽ ഒരു വലിയ മത്സ്യമുണ്ടെന്ന് ഇരുവരും തിരിച്ചറിഞ്ഞിരുന്നു. തുടർന്ന് ഇരുവരും സമീപത്തെ കനാലിനരികിൽ ഉണ്ടായിരുന്ന ഏതാനും ബോട്ടുകാരെ കൂടി സഹായത്തിനായി വിളിച്ചു. ഇവരുടെ കൂടെ സഹായത്തോടെ വല വീശി വലിച്ച് കരയ്ക്ക് കയറ്റി. ഏറെ ഭാരമുണ്ടായിരുന്ന വല കരയിലേക്ക് കയറ്റിയപ്പോഴാണ് കുടുങ്ങിയത് നിസ്സാരക്കാരനല്ലെന്ന് വ്യക്തമായത്. 125 കിലോഗ്രാം ഭാരമുള്ള ഒരു ഭീമൻ മത്സ്യമായിരുന്നു വലയിൽ കുടുങ്ങിയത്. 10ഓളം ബോട്ട് ജീവനക്കാരുടെ സഹായത്തോടു കൂടിയാണ് ഇവർ മീനിനെ വലിച്ച് കരയ്ക്ക് കയറ്റിയത്. മീനിനെ കണ്ട് തങ്ങൾ ആദ്യം ഭയന്നു പോയെന്നാണ് ഇരുവരും പ്രാദേശിക മാധ്യമങ്ങളോട് പറഞ്ഞത്. പുറത്തെടുത്ത മത്സ്യത്തെ മത്സ്യത്തൊഴിലാളികൾ തൂക്കി നോക്കിയപ്പോഴാണ് അതിന് 125 കിലോയോളം ഭാരമുണ്ടെന്ന് വ്യക്തമായത്. നിലവിൽ സുധന്റെ വീട്ടിലെ ബാത്ത് ടബിലാണ് മത്സ്യത്തെ സൂക്ഷിച്ചിരിക്കുന്നത്. ലേലത്തിന് വെച്ച് മീൻ വിൽപ്പന നടത്താനാണ് തൊഴിലാളികളുടെ തീരുമാനം. എന്നാൽ പിടികൂടിയ മത്സ്യത്തിന്റെ ഇനം തിരിച്ചറിയാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ലെന്നും റിപ്പോർട്ടുകൾ പറയുന്നു.